ഒരു പാട്ട് അല്ലടാ, ഇത് ഏത് പാട്ട്? ഇത് മുക്കാലോ മുക്കാവില്ല പറഞ്ഞ പോലെ. ഞാൻ മെട്രോ ക്ലബിൽ വന്ന വഴിയാണ്. ഇന്നലത്തെ മീറ്റിംഗിൽ നീ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്തു പറഞ്ഞു? എനിക്ക് സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയിലാണ് നീ പറഞ്ഞില്ലേ? സത്യമല്ലേ? എന്റെ യോഗ്യത പറയാൻ നീ ആരാടാ? സത്യത്തിൽ ആരാണ് നാറി? നീയാണ് നാറി. ഞാനാ? അല്ല, ഇവനാണ് നാറി. ആരാണ് നായെന്നും ഈ നാട്ടിൽ ആർക്കാണ് വിലയുള്ളതെന്നും മനസ്സിലാക്കി തരാടാ. മുതലാളി അയാളെ എന്ത് മനസ്സിലാക്കി തരാനോ? എന്റെ പൊന്നളിയാ, ഇതിലൊരു റിസ്കുമില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടാണ്. എടാ നീ എന്നെ കൊലക്കി കൊടുക്കാൻ നോക്കണം. എടാ ഞാനല്ലേ പറഞ്ഞത്, നടക്കുവളിയാ. പിന്നെ ഒരു കൈ നോക്കാല്ലേ? നോക്കളിയാ. പിന്നെ ഈ പറഞ്ഞ രണ്ടുപേരും നമുക്ക് ശരിക്കും അറിയാല. നടക്കും. എടാ എനിക്കും കടമുണ്ട്, നിനക്കും കടമുണ്ട്. എവിടെ നിന്നൊക്കെയാണ് അളിയാ കടം വാങ്ങി കൂട്ടുന്നത്? ഇതൊക്കെ നടഞ്ഞു പോവണ്ടേ? പട്ടി കടിക്കോ? പട്ടി നീ വാ. പ്രഭാകർ സാറേ നമസ്കാരം. കേട്ടാ എന്തേ? ഞങ്ങള് 7 ആർട്സ് ക്ലബിന്റെ ഭാരവാഹികളാണ്. അത് പറയാൻ വേണ്ടി വന്നാണ്. അതല്ല, ഞങ്ങളുടെ ക്ലബിന്റെ വാർഷികമായി അടുത്ത മാസം 12-ാം തീയതിയാണ്. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു കർത്തവ്യം ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കർത്തവ്യം? വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുക എന്ന കർത്തവ്യം. അതിനുവേണ്ടി ഫണ്ട് വിനയിൽ ഇറങ്ങിയതാണ്. എന്നാ 100 രൂപ അടിച്ചോ? എന്റെ പൊന്ന് സാറേ, എന്താണ് വളരെ പാവപ്പെട്ടവരെ ഇതില് 50,000, 1 ലക്ഷം, 2 ലക്ഷം വരെ തന്നിട്ടുണ്ട്. സാറിനെ പോലുള്ള ഒരാളിൽ നിന്ന് ഞങ്ങൾ ഇതിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷ ഉള്ളതാണ്. ഒരു കാര്യം കൂടി, ഏറ്റവും കൂടുതൽ പണം തന്ന് സഹായിച്ച ആളെ വേദിയിൽ അനുമോദന ചടങ്ങോടുകൂടി ആദരിക്കാനുള്ള ഒരു പരിപാടി കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. സാറിന്റെ എതിർകക്ഷിയില്ലേ വക്കച്ച മുതലാളി? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാണ് ഇതിലേക്ക് തന്നിട്ടുള്ളത്. അവൻ 5 ലക്ഷം രൂപ തന്നാ? വക്കച്ചന് 5 ലക്ഷം തന്നു കഴിഞ്ഞ്. അതെ, നാട്ടില് അനുമോദനം മിക്കവാറും അയാൾക്കായിരിക്കും. എന്തൊരു കാര്യം ചെയ്യ്, എന്റെ പേര് 10 ലക്ഷം രൂപ ആയിരിക്കോ? 10 ലക്ഷം? ആണ് 10 ലക്ഷം. എങ്കിൽ അനുമാനം സാറിന് തന്നെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, വൈകിട്ട് ഇങ്ങോട്ട് പോന്നേക്ക് 10 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചേക്കാം. എങ്കിൽ ശരി സാറേ, സാറ് തന്നെ വിജയാണ്. വിടരുത് മുതലാളി, വിടരുത്. അയാള് 10 കൊടുത്തെങ്കിൽ മുതലാളി 15 കൊടുക്കണം. അപ്പൊ കരുതി കൂട്ടിയാണ്. അപ്പൊ 10 തന്നല്ലേ? 10,000 തന്നേ. ഒരു കാര്യം ചെയ്യും, എന്റെ പേരിൽ ഒരു 15 കിട്ടും. കാശി ഉച്ചകഴിഞ്ഞ് തരും. കലക്കി മുതലാളി, മുതലാളി കലക്കി. എന്നാ പിന്നെ ഞങ്ങളെ പിന്നെ അനുമോദനം അത് ഗംഭീരമാകണം. അതിനെ പറയാണ്ടാ. എന്നാ ശരി. അനുമോദന ചടങ്ങില് ഈ നാട്ടില് മുതലാളിയുടെ ഒരു വില. അവനൊന്നടിച്ച ഞാൻ 2 അടിക്കും. അതെനിക്ക് മനസ്സിലായില്ല മുതലാളി. എടാ, അവൻ 10 കൊടുത്താൽ ഞാൻ 15 കൊടുക്കുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു പഴുത. അവിടെ 10, ഇവിടെ 15. ഓ, സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടി. 1,10,00,000 രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. പ്രതികൾ അറസ്റ്റ്. പിടിച്ചെടുത്ത സ്വർണം അതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. 25 ലക്ഷത്തിന്റെ തട്ടിപ്പ്.
പ്രതികളുള്ളത്. മുതലാളി! മുതലാളി! എന്താണോ മുതലാളി ഒന്ന് വായിച്ചേ. മോഷ്ടാക്കളെ നല്ല പരിചയമുണ്ടല്ലേ? കൃഷ്ണ പോയി മുതലാളി, എല്ലാം പോയി. ഇത് നമ്മളെ വണ്ടി പിടിക്കുവാനല്ലേടാ. പോയി മുതലാളി, എല്ലാം പോയി. എന്റെ പ- എന്റെ 15 ലക്ഷം. പോയത് പോയി, നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും എന്റെ 10 ലക്ഷം എന്റെ 15. ഇത് അവന്മാര് മുതലെടുത്താണ്. നിങ്ങൾ തമ്മിലുള്ള മത്സരം നാട്ടിൽ പാട്ടാണല്ല. ദേ, ഇനിയെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് നിർത്ത്. വക്കച്ചാ. ഒരു കാര്യം കൂടി, ഇനി ആർക്കെങ്കിലും ധനസഹായം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് മാത്രം കൊടുക്കുക. അതെ, നമുക്കൊരു ഇടനിലക്കാരന്റെ ആവശ്യമില്ലെന്ന്. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ആ വൈരാഗ്യം പറഞ്ഞ കയ്യെന്ന് കൊടുത്തേ. വാങ്ങടാ.